ഗംഗ ഗർഭിണിയാണെന്ന് അരുൺ പറഞ്ഞേ. അവളുടെ വയറ്റിൽ ഈ കൊട്ടാരത്തിന്റെ അവകാശിയാ വളരുന്നേ. ഗംഗയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ. എന്റെ വരും തലമുറകൾക്ക് വേണ്ടി മാത്രമാ ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയേ. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കും മാധവി. നീ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വാ. എന്റെ കൂടെ വന്ന് ഗംഗയെ വേഗം രക്ഷിക്കാൻ നോക്ക്. ശരി, വാ താൻ. പൂർണ്ണമായി നിന്നെ വിശ്വസിച്ചു എന്ന് കരുതണ്ട. നടക്കും മാധവി. നിങ്ങളിപ്പോ ഗംഗയെ രക്ഷിക്കാനല്ല പോകുന്നത്. നന്ദിനി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മരണത്തിലേക്കാ നിങ്ങളുടെ പോക്ക്. എന്താ രാജശേഖര, എന്തിനാ താൻ വണ്ടി നിർത്തിയത്? നന്ദിനി രണ്ടും കൽപ്പിച്ചു തന്നെയാ. ഇനി നമ്മൾ എന്ത് ചെയ്യും മാധവി? ഇപ്പൊ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ കാലചക്രമാണ് അവസാനത്തെ കാലചക്രം. ഇതുകൂടി അവളുടെ കയ്യിൽ പോയാൽ നന്ദിനിയുടെ ശക്തി ഇരട്ടിക്കും. നമ്മൾ പൂർണ്ണമായും ഇല്ലാതാവും. ഇത് അവളുടെ കയ്യിലെത്താൻ അനുവദിക്കരുത്. താൻ കാർ തിരിച്ച് വേറെ വഴിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക്. നന്ദിനി നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടിടും. രാജശേഖര, താൻ വേഗം ഓടിക്കാൻ നോക്ക്. തകന തകന നന്ദിനി തകന, മാരക മാരക നന്ദിനി മാരക, തകന തകന നന്ദിനി തകന. നന്ദിനി പിറകെ ഉണ്ടോ നോക്കിക്കേ. ഇല്ല രാജശേഖര, പക്ഷെ അവൾ അത്ര എളുപ്പത്തിൽ പിന്മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. എപ്പോഴായാലും അവൾ നമ്മളെ തെരഞ്ഞു വരും. അതിനു മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കാലചക്രം ഉപയോഗിച്ച് ഗംഗയെ രക്ഷിച്ചേ മതിയാവൂ. താനൊന്ന് വേഗം ഓടിക്ക. അച്ഛാ, 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 അച്ഛാ എവിടെയാ? എന്താ അരുൺ, എന്തു പറ്റി? നിനക്കെന്താ വല്ലാത്തൊരു വെപ്രാളം? അതൊക്കെ ഞാൻ പറയാം. അച്ഛൻ എവിടെയാ? ഏട്ടനും മാധവിയും കൂടെ പുറത്തേക്ക് പോണ കണ്ടുന്ന വേലക്കാരി എന്നോട് പറഞ്ഞേ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. വെളിയിൽ പോയിരിക്കുക. ആ ഫോൺ എടുക്കച്ച. അച്ഛ ഫോൺ എടുക്ക്. അച്ഛ ഫോൺ എടുക്കാൻ.
വീട്ടിൽ നിന്നുള്ള ഫോണാണല്ലോ. ഹലോ, ആരാ? ഹലോ അച്ഛാ. രാജശേഖര, ചിരിത ചിരിത ചിത്രകൂട ചിരിത മാരക മാരക നന്ദിനി മാരക. ചിരിത ചിരിത ചിത്രകൂട ചിരിത മാരക മാരക നന്ദിനി മാരക. അരുൺ, അയ്യോ, അച്ഛാ, കാലചക്രം എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത്? അച്ഛാ, അരുൺ, അയ്യോ, എന്താ അരുൺ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? നിന്നോട് കാര്യം എന്താന്ന് ചോദിച്ചില്ലേ? അയ്യോ, എന്താ ഈ അരുണിന് പറ്റി? ഇവനെന്താ വല്ല ഭ്രാന്തം പിടിച്ചോ? കാര്യം എന്താണെന്ന് ചോദിച്ചോട്ടും പറയല്ല. അരുൺ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ വലിച്ചു വാരി? മാധവി, ഇനി അവള് പുറകെ വരുമെന്ന് തോന്നുന്നില്ല എനിക്ക്. എത്രയും വേഗം ആശുപത്രിയിലേക്ക് പോവാം. ഇപ്പോഴും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. എന്താ നീ പറഞ്ഞു വരുന്നേ? താൻ കാണുന്നില്ലേ? മാധവി, മാധവി, നമ്മൾ അവളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. എന്താ ചെയ്യാ? അവക്ക് അത്ര എളുപ്പത്തിൽ നമ്മളെന്നും ചെയ്യാനാവില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം തനിക്കൊരാപത്തും ഞാൻ വരുത്തില്ല. മാരക മാരക നന്ദിനി മാരക. മാധവി, എന്തു പറ്റി മാധവി? എന്താ നീ അന്വേഷിക്കുന്നേ? കാലചക്രം കാണുന്നില്ല. കാലചക്രം കാണാനില്ലെന്നോ? അയ്യോ, അമ്മേ, ഇതുവരെ അന്വേഷിച്ച് നടന്ന പത്മാംശ കാലചക്രം ഇപ്പോഴാണ് കിട്ടിയത്. സന്ധ്യ അവളുടെ കയ്യിലുള്ള കാലചക്രം എടുത്ത് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അന്ന് അമ്മയ്ക്ക് തന്ന എന്റെ വാക്ക് ഇപ്പൊ നിറവേറാനുള്ള സമയമായി. അച്ഛനിത് എവിടെ കൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അറിയില്ലല്ലോ. കാണല്ലോ. ഇവനിത് എന്തു പറ്റി എന്റെ ഈശ്വര? എന്താടാ കാര്യം? ആന്റിയോടെങ്കിലും ഒന്ന് പറയടാ. അരുണേ, നിക്കടവിടെ. എന്താ നിനക്ക് പറ്റിയേ? നീ നിന്നെ റൂം മുഴുവൻ വലിച്ചു വാരിട്ടെ. കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. നിങ്ങൾ എവിടെ നിന്ന് പോകുന്നുണ്ടോ? പോവാൻ പറഞ്ഞില്ലേ?
കാലചക്രം കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിച്ചു കഴിഞ്ഞാ എന്നെ എന്റെ കുടുംബത്തെയും ആ നന്ദിനി വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇനിയിപ്പോ അരുൺ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയാനാ? ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. ഗംഗയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റുക? ഹലോ, അച്ഛാ അച്ഛാ അച്ഛാ, ഫോൺ കട്ട് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് ദയവ് ചെയ്ത് കേൾക്കണോ അച്ഛാ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഗംഗ സത്യമായിട്ട് ഹോസ്പിറ്റലിലാണ്. അവളെ ദൈവത്തിന് മാത്രം രക്ഷിക്കാൻ കഴിയുന്ന ഡോക്ടർമാര് പറയുന്നത്. അവളെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് രക്ഷിക്കണം അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ കാലചക്രം എടുക്കാനായിട്ട് കൊട്ടാരത്തിലേക്ക് വന്നത്. ദയവ് ചെയ്ത കാലചക്രം എവിടെ ഇരിക്കുന്നതെന്നൊന്ന് പറയച്ചാ. ദൈവത്തെ ഓർത്ത് പറ. ഇവനിത് എന്തൊക്കെയാ പറയുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ല. അരുൺ, ഗംഗയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ ഞാനും മാധവി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാ വഴി വെച്ച് ആ നന്ദിനി കാലചക്രം ഞങ്ങളുടെ ഇന്ന് തട്ടിയെടുത്തോണ്ട് പോയി പോനെ. കാലചക്രം നന്ദിനി എടുത്തോണ്ട് പോയെന്നോ? അപ്പോ ഗംഗ ഇനി നമ്മൾ എങ്ങനെയാ അച്ഛാ രക്ഷിക്കുന്നത്? എനിക്ക് നിന്നോട് എന്താ പറയേണ്ടെന്ന് അറിയില്ല മോനെ. നീ പേടിക്കാതെ, മാധവി എന്റെ കൂടെ തന്നെ ഉണ്ട്. ഗംഗയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കാം. നീ ധൈര്യമായിട്ടിരിക്കും മോനെ. ഗംഗയ്ക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നേ. അയ്യോ, അച്ഛാ അച്ഛാ, ഗംഗയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞ് അരുൺ കരയാ മാധവി. ഇപ്പൊ നമുക്ക് എങ്ങനെ അവളെ രക്ഷിക്കാൻ പറ്റും? നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല ഗംഗെ. എങ്ങനെയെങ്കിലും രക്ഷിക്കും ഞാൻ നിന്നെ. ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഇവൻ ഫോൺ ചെയ്ത് എന്താ പറഞ്ഞേ? എന്തായാലും ഗംഗയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അവക്ക് എന്തായിരിക്കും? അരുൺ ഇങ്ങനെയൊക്കെ പെരുമാറിയത് ചേച്ചിയോട് പോയി പറയാം. ബാക്കി കാര്യം ചേച്ചി നോക്കിക്കോളൂ. രാജശേഖര, താനിങ്ങനെ വിഷമിക്കാതിരിക്കെ. ഗംഗയെ നമുക്ക് രക്ഷിക്കാനാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ധൈര്യമായിട്ടിരിക്കുതാൻ. വാ. ഒന്ന് നിർത്തണേ പ്ലീസ്. അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോണം. ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. താൻ കേറ്. നിൽക്കവിടെ. ചെയ്യുന്നതെല്ലാം ന്യായമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ കടമ മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ എന്ത് തെറ്റാവുള്ളത്? കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിക്കലാണ് നിന്റെ കടമ, അല്ലാതെ ഗംഗയെ കൊല്ലുന്നതല്ല. ഗംഗയെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ? ഗംഗ നിന്റെ ഭക്തയാണ്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൾ നിന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. അതറിഞ്ഞിട്ടും അവളെ നീ കൊല്ലാനല്ലേ ശ്രമിച്ചോണ്ടിരിക്കുന്നത്?
ഭക്തിയായി അവൾക്ക് എന്നോടായിരിക്കണം കൂറുണ്ടാകേണ്ടത്. എന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാ ഞാൻ വെറുതെ വിടണോ അവളെ? അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതിക്കോ. എന്നാലും നീ ഇപ്പോൾ അവൾക്ക് നൽകിയ ശിക്ഷ ഒരുപാട് വലുതാണ്. ശക്തിനാഗമായി വാഴുന്ന നീ ഒരിക്കലും ഇങ്ങനെ ഒരു പാപം ചെയ്തുകൂടാ. അത് നാഗധർമ്മത്തിന് തന്നെ വിപരീതമായി മാറും. അവൾക്ക് എന്നോടായിരിക്കണം കൂറുണ്ടാകേണ്ടത്. എന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാ ഞാൻ വെറുതെ വിടണോ അവളെ? അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതിക്കോ. എന്നാലും നീ ഇപ്പോൾ അവൾക്ക് നൽകിയ ശിക്ഷ ഒരുപാട് വലുതാണ്. ശക്തിനാഗമായി വാഴുന്ന നീ ഒരിക്കലും ഇങ്ങനെ ഒരു പാപം ചെയ്തുകൂടാ. അത് നാഗധർമ്മത്തിന് തന്നെ വിപരീതമായി മാറും. ധർമ്മത്തെ സംരക്ഷിക്കേണ്ട സ്ഥാനത്ത് നിലകൊള്ളുന്ന നീ അധർമ്മം ചെയ്യാൻ പാടില്ല. ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നിന്റെ വിഷം ഗംഗയുടെ ശരീരം പൂർണ്ണമായും കീഴ്പ്പെടുത്തും. അവൾ മരണത്തിന് കീഴടങ്ങും. സൂര്യാസ്തമയത്തിന് ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ പറയുന്നത് അനുസരിക്ക്. വേഗം പോയി ഗംഗയെ രക്ഷപ്പെടുത്തൂ. നിനക്ക് മാത്രമേ ഇപ്പോൾ ഗംഗയെ രക്ഷിക്കാനാകൂ. കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിക്കുന്നതുവരെ എനിക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനാകില്ല. കാലചക്രങ്ങൾ എപ്പോഴോ എന്റെ കയ്യിൽ എത്തിയിട്ടും മനസ്സ് പതറിപ്പോയതുകൊണ്ട് അത് സന്നിധിയിൽ എത്തിക്കാൻ എനിക്ക് പറ്റാതെ പോയി. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്നെ തടയരുത്. എന്നാ നീ പോകുന്നതിന് മുമ്പ് ഒരു സത്യം മനസ്സിലാക്കിയിട്ട് പോ. ഗംഗയേക്കാൾ വലുത് നിന്റെ അമ്മയുടെ മരണസമയത്ത് നീ നൽകിയ വാക്കാണെന്നല്ലേ നീ കരുതുന്നത്? ഈ കാലചക്രങ്ങൾ ഇപ്പോഴല്ലെങ്കിലും പിന്നീട് നിനക്ക് സമർപ്പിക്കാം. എന്നാൽ ഗംഗ മരിച്ചുപോയാൽ നിന്നെ ദൈവത്തെ പോലെ കരുതി പ്രാർത്ഥിച്ചവളെ കൊന്നുവെന്ന പാപം മാത്രമല്ല, സ്വന്തം കൂടപ്പിറപ്പിനെ കൊലപ്പെടുത്തിയ സഹോദരി എന്ന പാപവും നിനക്ക് വന്നു ചേരും. ആ സത്യം നിനക്കറിയില്ല. എന്താ, നിനക്ക് സംശയമുണ്ടോ? ഗംഗ നിന്റെ ഒരു ഭക്ത മാത്രമല്ല, നിന്റെ അമ്മ പാർവതിയുടെ രണ്ടാമത്തെ മകളാണവൾ. മനസ്സിലായോ? ഒരേ രക്തത്തിൽ പിറന്ന നിന്റെ അനുജത്തിയ ഗംഗ. സ്വന്തം അനുജത്തിയെ തന്നെ ബലി കൊടുത്തുകൊണ്ട് കാട്ടമ്മയുടെ സന്നിധിയിൽ ഇവ സമർപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പോ. ഗംഗയുടെ രൂപം എനിക്ക് കിട്ടിയത് വച്ചല്ലേ നിങ്ങൾ ഇത്രയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് എനിക്ക് ഗംഗയുടെ രൂപം ലഭിച്ചത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അത് നിന്റെ അമ്മ പാർവതിയോട് പോയി ചോദിക്കേ. ഞാൻ എന്താ ഗംഗയെ പോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. ഇപ്പോ അവൾ എന്റെ അനിയത്തിയാണെന്ന് എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റുക? ഞാൻ വണങ്ങുന്ന കറുപ്പൻ സ്വാമിമേൽ ആണയിട്ട് പറയുക. നിനക്ക് പ്രിയപ്പെട്ട കാട്ടമ്മയെ സാക്ഷി നിർത്തി പറയുക. ഗംഗ നിന്റെ അനുജത്തിയാ. നിന്റെ അമ്മയ്ക്ക് മാത്രം അറിയാമായിരുന്ന ഈ സത്യം നീയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗംഗയുടെ അതേ ഛായ തന്നെ നിനക്ക് ലഭിച്ചത്. പുണ്യാത്മാവായി വാണ നിന്റെ അമ്മ പാർവതി നാഗവംശത്തിന്റെ അഭിവൃദ്ധിക്കായാണ് നിനക്ക് ജന്മം നൽകിയത്. മനുഷ്യരാശിയുടെ നന്മയ്ക്കാ ഗംഗയ്ക്ക് അവൾ ജന്മം നൽകിയത്. നിന്റെ അമ്മ തന്നെ പറഞ്ഞ് നീ കേൾക്കേണ്ടിയിരുന്ന സത്യകഥ, ഇതുവരെ പുറം ലോകം അറിയാതിരുന്ന ആ രഹസ്യ കഥ, അത് പറയുവാനും കേൾക്കാനുമുള്ള സമയം ഇതല്ല. ചാമുണ്ടി കാലചക്രം അപഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ തടഞ്ഞവളാണ് ഞാൻ. നിന്റെ അമ്മ ഞാൻ അന്ന് ചെയ്ത സൽക്കർമ്മത്തിന് എനിക്ക് തന്ന മാണിക്യം ഞാൻ നിരസിച്ചതാണ്.
അതിലൂടെ അന്ന് ഞാൻ നിന്റെ അമ്മയുടെ മനസ്സിലിടം നേടി. എന്റെ വാക്ക് വിശ്വസിക്കേ. ഗംഗ നിന്റെ അനുജത്തിയാണെന്ന് നീ വിശ്വസിക്കണം. വിശ്വസിക്കാം. നിന്റെ അനുജത്തിയെ മരണത്തിലേക്ക് വിടാതെ പോയി രക്ഷിക്കും നന്ദിനി. എന്റെ അമ്മയെ അന്ന് മരണത്തിന്റെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുത്താനായില്ല. എന്നാൽ ആപത്തിൽ പെട്ടിരിക്കുന്നത് എന്റെ അനിയത്തി ഗംഗയാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് അവളെ മരണത്തിന് വിട്ടുകൊടുക്കാനാകില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അവളെ രക്ഷപ്പെടുത്തിയിരിക്കും. കാലചക്രങ്ങൾ ഞാൻ പിന്നീട് ഏൽപ്പിക്കാം. ആദ്യം പോയി ഗംഗയെ രക്ഷപ്പെടുത്തണം.